ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് പോയപ്പോൾ ഫെയറൂന് ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് മേടിച്ച് കൊടുത്തിട്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അവിടെ പോയി നോക്കി എനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക്. അപ്പോൾ അവിടെ ആയിട്ടില്ല, കുറച്ചുകൂടി ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് വിട്ടു. ടൈം ഇപ്പോൾ ഒരു 4 മണി ആ ഒരു റേഞ്ചൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ അവിടെ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവനക്ക് ഡ്രസ്സൊക്കെ ഞങ്ങൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അജുട്ടന് അവനെ മണ്ണിലൊക്കെ മൂടി ഇങ്ങനെ പൊതിഞ്ഞ് കിടക്കുന്നുണ്ട്. അതിനുള്ളിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുളിപ്പിച്ച് മാറ്റി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇതാ ആർക്കിടെക്ട് ഫേമിൻ്റെ അതിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് ഡിസൈനിങ്ങിൻ്റെയും കാര്യങ്ങളുടെ ഒക്കെ കുറച്ച് ഡോക്യുമെൻറ്റ്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയതാണ്. കുറച്ച് റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അവിടുന്ന് നേരെ ഒരു മാളിക്ക് തന്നെ പിന്നെയും പോയി. അവിടുന്ന് ഫുഡ് കഴിക്കാനൊന്നുമല്ല, അവിടെ കുറച്ച് ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു ഡ്രസ്സ് ഫെഹറൂന് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ നമുക്ക് മേടിക്കേണ്ട ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് അവനൊരു പോക്കിമോനെ കൈ പിടിച്ചിട്ട് ഓടുന്നുണ്ട് കേട്ടോ. അത് മേടിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് അവന് ഓടുന്നതിനുള്ളൂ, ഞങ്ങൾ മേടിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ അവിടുന്ന് ഒരു ചെറിയൊരു കുട്ടി, അവൻ്റെ അതേ സെയിം ഏജൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ആ കുട്ടീനെ കണ്ടു. അവൻ്റെ കൂടെ ആരുമില്ല, അവൻ ഒറ്റയ്ക്ക് അവിടെ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ട് എന്താരും അവനെ വന്ന് നോക്കാത്തത് എന്നൊക്കെ ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഞങ്ങളവിടെ പോയി പറഞ്ഞ് കുട്ടിയുടെ ഞങ്ങൾക്ക് പോകണമല്ലോ, അപ്പോൾ ഇവനെ നോക്കാൻ ആരുമില്ല. അപ്പോൾ ഈ കുട്ടിയുടെ എന്തവൻ ഒറ്റക്കാക്കി ഇരിക്കണമെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഇവിടെ ഉള്ള ഒരു കടയിലത്തെ ഒരാളാണ്, അയാളുടെ മോനാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും നോക്കുന്നുണ്ട്. പൊതുവേ അവനെ ഞങ്ങളുടെ ഒരു കണ്ണ് അവൻ്റെ മേലുണ്ട്. അപ്പോഴാണ് മനസ്സിലാവണം ഇത് അവിടെ ഉള്ളൊരു കുട്ടിയാണ്. അവിടുത്തെ എന്ന് വെച്ചാൽ അവൻ്റെ അച്ഛന് അവിടെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഈ കുട്ടീനെയും കൊടുത്തിട്ടാണ് വരിക.